അൽ ഹാഫിദുകളായ 1,00,000-ഓളം ഹദീസുകൾ മനപ്പാടമുള്ള ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഇറാഖി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അൽ ഹാഫിദു ബഹുമാനപ്പെട്ട സഹാബി റളിയല്ലാഹു അൻഹു, അൽ ഹാഫിദുൽ ഇറാഖി റളിയല്ലാഹു അൻഹു, എന്തിനധികം സാക്ഷാൽ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ അല്ലാമ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന് വരെ മൗലിദിന്റെ ഗ്രന്ഥമുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ചില ആളുകൾ അത് അൽ ബിദായത്തു വൻ നിഹായയിലുള്ള ഏതാനും ഭാഗങ്ങളാണ്, അതല്ലാതെ ഒരു മുസ്തഖില്ലായ മൗലിദിന്റെ ഗ്രന്ഥമില്ല എന്ന് ചില അടിക്കുറിപ്പുകൾ തഹ്ഖീഖ് എഴുതിയ മുഹഖിഖുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും മഹാനവറുകളുടെ മൗലിദിൽ നിന്നാണ് റസൂലുള്ളാഹിന്റെ വിലാദത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അല്ലാമ ഇബ്നു അല്ലാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അല്ലാമ ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ മവാഹിബുൽ ലദുന്നിയയിലും മറ്റുമൊക്കെ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അപ്പൊ ഇബ്നു കസീർ റഹിമഹുല്ലാ, ഹാഫിദുൽ ഇറാഖി, ഹാഫിദു സഖാവി പോലെയുള്ള നാസിറുദ്ദീൻ ദിമഷ്കി, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നാസിറുദ്ദീൻ ദിമഷ്കി എന്നത് ബഹുമാനപ്പെട്ടവർക്ക് 3 മൗലിദിന്റെ ഗ്രന്ഥം ബഹുമാനപ്പെട്ടവർ രചിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇബ്നു തൈമിയ്യയെ അംഗീകരിക്കുന്നവർ കൂടിയാണ്. അർ-റദ്ദുൽ വാഫിർ എന്ന ഗ്രന്ഥം എഴുതിയ ആളാണ്.